വീണ്ടും ന്യൂസ് മോർണിംഗിലേക്ക് മറ്റു വാർത്തകൾ നോക്കുമ്പോൾ അഹമ്മദാബാദ് വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. വിമാന ദുരന്തത്തിന്റെ ഒരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിരുന്നു. അതിൽ ഇന്ധന സ്വിച്ച് ഓഫ് ആയതാണ് എന്ന തരത്തിലൊക്കെയായിരുന്നു ആ പ്രാഥമിക റിപ്പോർട്ടിലെ കണ്ടെത്തൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ കോക്പിറ്റിൽ വെച്ച് 2 പൈലറ്റുമാരും സംസാരിക്കുന്ന ചില ചെറിയ സംഭാഷണത്തിന്റെ ഭാഗങ്ങളൊക്കെ പുറത്തു വന്നത് പലതരത്തിലുള്ള ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഒക്കെ തന്നെയായിരുന്നു ഇടയാക്കിയത്. എന്തായാലും അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ സീനിയർ പൈലറ്റിനെ സംശയ നിഴലിലാക്കി വാൾസ്ട്രീറ്റ് ജേർണലിന്റെ റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. ഇന്ധന സ്വിച്ച് സംവിധാനം ഓഫ് ചെയ്തത് പൈലറ്റാണ് എന്നാണ് ആ ജേർണലിൽ റിപ്പോർട്ടിൽ സംശയിക്കുന്നത്. എന്താണ് അങ്ങനെ ഒരു കണ്ടെത്തലിലേക്ക് അവർ എത്തിയതെന്ന് നോക്കാം. വിവരങ്ങൾ ധനസുമോദ് നൽകും. ധനസുമോദ്, എന്താണ് അങ്ങനെ ഒരു സംശയത്തിലേക്ക്, അതായത് പൈലറ്റിനെ സംശയ നിഴലിലാക്കി വാൾസ്ട്രീറ്റ് ജേർണലിന്റെ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ ഇടയായത്? അതിപ്പോൾ വന്നിട്ടുള്ള ഈ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കുമോ അങ്ങനെ ഒരു റിപ്പോർട്ടും പുറത്തുവിട്ടത്? അമേരിക്കൻ മാധ്യമമായ വാൾസ്ട്രീറ്റ് ജേർണലിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടിൽ ക്യാപ്റ്റനെ തന്നെയാണ് സംശയത്തിൻ്റെ നിഴലിൽ ആക്കിയിരിക്കുന്നത്. കാര്യം ഇന്ധന സ്വിച്ച് എങ്ങനെയാണ് ഓഫ് ചെയ്തത് എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് ഇവിടെ വിവാദമായിരിക്കുന്നത്. അതായത് ഈ നേരത്തെ ഈ ബ്ലാക്ക് ബോക്സുമായി ബന്ധപ്പെട്ട പരിശോധനയിൽ ഒരു ചോദ്യമുണ്ടായിരുന്നു, ഇതിൻ്റെ സ്വിച്ച് ആരാണ് ഓഫ് ചെയ്തതെന്ന് ഇവർ പരസ്പരം ചോദിക്കുന്നുണ്ട്. പക്ഷേ ആരോടാണ് ചോദിക്കുന്നത് എന്നുള്ള കാര്യം ഇതുവരെ പുറത്തു വന്നിരുന്നില്ല. ഇപ്പോൾ വാൾസ്ട്രീറ്റ് ജേർണലിസ്റ്റ് അവർ റിപ്പോർട്ട് ചെയ്തതനുസരിച്ചാണെങ്കിൽ ക്യാപ്റ്റൻ തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോഴുള്ള മറുപടി ഞാൻ ഓഫ് ചെയ്തിട്ടില്ല എന്ന് തന്നെയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായി ഇത് സംശയത്തിൻ്റെ മുന ക്യാപ്റ്റനിലേക്ക് തന്നെ, സീനിയർ ക്യാപ്റ്റനിലേക്ക് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് ഇതൊരു ക്യാപ്റ്റൻ്റെ കൈപ്പിഴവാണോ ഈ അഹമ്മദാബാദ് വിമാന ദുരന്തം എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ ആ തരത്തിലുള്ള ഒരു സംശയമാണ് ഉന്നയിക്കുന്നത്. ഇതൊരു അന്തിമ റിപ്പോർട്ടല്ല, ഇതൊരു വാൾസ്ട്രീറ്റ് ജേർണലിസ്റ്റ് ജേർണൽ നടത്തിയിരിക്കുന്ന ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി റിപ്പോർട്ടിനെ ആസ്പദമാക്കി അവർ നൽകിയിരിക്കുന്ന ഒരു റിപ്പോർട്ട് മാത്രമാണ്. അതുകൊണ്ട് വിശദമായ റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമാണ് ഇക്കാര്യത്തിൽ വിശദമായ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു സംശയം പൂർണ്ണമായി അവസാനിപ്പിക്കുന്ന ഒരു കാര്യത്തിലേക്ക് നമുക്ക് ആ നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുക. ഇപ്പോൾ ഒരു നിഗമനം മാത്രമാണ്. ഇത് ഈ ദുരന്തം ഉണ്ടായത് ഒരു ക്യാപ്റ്റൻ്റെ ഒരു കൈപ്പിഴയാണോ എന്നുള്ള രീതിയിലേക്കാണ് അമേരിക്കൻ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്.